പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. ചിലരാണ് വൻ വിജയമാവുന്നു, ചിലരാണ് വൻ പരാജയമാവുന്നു. അപ്പോൾ ഇവിടെ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് മൈൻഡ് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ടൈം മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ സമയം കഴിയുന്നത്ര മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നതിനുള്ള തന്ത്രങ്ങളാണ് ടൈം മാനേജ്മെൻറ്റ് പഠിക്കുന്നത്. അതേസമയം അവിടെ മൈൻഡ് മാനേജ്മെൻറ്റ് ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള നമ്മുടെ മാനസികാവസ്ഥ ഊർജ്ജനിലയെ മെച്ചപ്പെടുത്തുന്ന തന്ത്രങ്ങളാണ് മൈൻഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, ഡിസൈനൊക്കെ സജ്ജീകരിക്കുക, കലണ്ടറുകൾ ഉപയോഗിക്കുക, ഇതുപോലുള്ള രീതികളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ മൈൻഡ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധ തിരിച്ചുവിടുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഏകാഗ്രത ഫോക്കസ് വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം, ഊർജ്ജനില അനുസരിച്ച് ജോലികൾക്ക് മുൻഗണന നൽകുക, ക്ഷീണം ഒഴിവാക്കൽ, ഇടവേളകൾ എടുക്കുക, മടി, അങ്ങനെയുള്ള പ്രചോദനക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയെ യഥാർത്ഥ കാരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ് മൈൻഡ് മാനേജ്മെൻറ്റിൽ. ടൈം മാനേജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഉപകരണപ്പെട്ടി ക്രമീകരിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്, പക്ഷേ അവ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ലായിരിക്കാം. പക്ഷേ മൈൻഡ് മാനേജ്മെൻറ്റിലാണെങ്കിൽ നിങ്ങളുടെ ഉപകരണങ്ങൾ മൂർച്ച കൂട്ടുന്നതും പുതിയ കഴിവുകൾ പഠിക്കുന്നതും പോലെയാണ്. നിങ്ങളുടെ സമയം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ മനസ്സ് ഏറ്റവും മികച്ച അവസ്ഥയിലാണെന്ന് ഉറപ്പാക്കുകയാണ്. ചുരുക്കത്തിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിൽ ജോലികളിൽ എപ്പോൾ എത്ര നേരം എന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മൈൻഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡേവിഡ് കാഡ്വി രചിച്ച മൈൻഡ് മാനേജ്മെൻറ്റ് നോട്ട് ടൈം മാനേജ്മെൻറ്റ് ഈ ബുക്കിൽ പരമ്പരാഗത ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്ന രീതികളെ ചോദ്യം ചെയ്യുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു വഴി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന ആശയം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സമയത്തിൻ്റെ അളവ് പ്രശ്നമല്ല, മറിച്ച് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. നമ്മുടെ മാനസികാവസ്ഥ ഊർജ്ജനിലയും നിയന്ത്രിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ നേടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് വേണം ചെയ്യാനായിട്ട്. കൂടുതൽ സമയം ബിസിയായിരിക്കുന്ന വ്യക്തിയെങ്കിൽ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യില്ല. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ മെയ്സ് പോലെയാണ്. ഇപ്പം നമ്മൾ സിംഗിളായിട്ടുള്ളൊരു പാത്ത് നടന്നു പോവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആൾക്ക് അത്ര ക്രിയേറ്റിവിറ്റി ഇല്ല. മെയ്സ് പോലെ നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ആ ചിന്ത രീതി വരുമ്പോൾ മാത്രമാണ് ക്രിയേറ്റിവിറ്റി വർക്കാകുക. 4 സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ ആണ്. പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഡിഫൈനിങ് ദ പ്രോബ്ലം, അല്ലെ പ്രശ്നം നിർവചിക്കുക. ഇൻക്യുബേഷൻ ആണെങ്കിൽ ഇത് വിശ്രമിക്കുക, ബോധ മനസ്സിനെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുക ചെയ്യുക. ഇലുമിനേഷന് ഒരു ആശയം ഉയർന്നു വരുന്ന നിമിഷമാണ്. വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഉറപ്പാക്കി മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുക. ഇതിൽ 7 മെൻ്റൽ സ്റ്റേറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി വർക്ക് പറയുന്നുണ്ട്. അതിൽ പ്രയോറിറ്റൈസ്, എക്സ്പ്ലോർ, റിസർച്ച്, ജനറേറ്റ്, പോളിഷ്, അഡ്മിനിസ്ട്രേറ്റ് ആൻഡ് റീചാർജ്. പ്രയോറിറ്റൈസ് എന്ന് വെച്ചാൽ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ അവഗണിക്കണം എന്നതിന് വ്യക്തമായ മുൻഗണനകൾ നമ്മൾ സ്ഥാപിക്കുക. എക്സ്പ്ലോർ ചെയ്യുക എന്ന് വെച്ചാൽ കളക്ട് ഇൻഫർമേഷൻ ഇൻ ആൻ എക്സ്പ്ലോറേറ്ററി ഫാഷൻ. അത് പിന്നീട് ക്രിയേറ്റീവ് ഇൻസൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബന്ധിക്കാവുന്നതാണ്. ജനറേറ്റ് എന്ന് വെച്ചാൽ ജനറേറ്റ് ക്രിയേറ്റീവ് വർക്ക്. റിസർച്ച്, ക്രിയേറ്റീവ് പ്രൊജക്റ്റായിട്ട് ചോദ്യങ്ങൾ അങ്ങനെയുള്ള ഉത്തരങ്ങൾക്കായിട്ടൊക്കെ തിരയാക്കും. പോളിഷ്, ക്രിയേറ്റീവ് പ്രൊഡക്റ്റിൻ്റെ അവസാന മിനുക്കുപണികൾ നൽകുന്നതാണ് പോളിഷ്. അഡ്മിനിസ്ട്രേറ്റ് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യൽ, ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലുകൾ അടയ്ക്കൽ എന്നിവ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. റീചാർജ് എന്ന് വെച്ചാൽ ഊർജ്ജം നിറയ്ക്കാൻ ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കുക. ഈ 7 കാര്യങ്ങളാണ് മെൻ്റൽ സ്റ്റേറ്റിലെ 7 മെൻ്റൽ സ്റ്റേറ്റ്സാണ് നമ്മുടെ ക്രിയേറ്റീവ് വർക്കിൻ്റെ അകത്ത്, നമ്മുടെ എല്ലാ വർക്കിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഡിഫൈനിങ് മൈൻഡ് മാനേജ്മെൻറ്റ് നിങ്ങളുടെ ചിന്തകൾ, ഇമോഷൻസ്, മെൻ്റൽ റിസോഴ്സ് എന്നിവയെ ബോധപൂർവ്വം നയിക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ് മൈൻഡ് മാനേജ്മെൻറ്റ്. വ്യക്തികളെ അവരുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനും അതുപോലെ വൈജ്ഞാനിക പ്രക്രിയ അല്ലെ കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ചുമതല ഏറ്റെടുക്കാനും പ്രാപ്തരാക്കുന്ന സമീപനമാണ്. ഇതിലെ ചിന്തകളുടെയും വികാരങ്ങളുടെയും റോൾ എന്താണ്? നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബലങ്ങളെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മാനസിക വശങ്ങൾ അല്ലെ മെൻ്റൽ ആസ്പെക്ട്സ് കൈകാര്യം ചെയ്യുന്നതോടെ നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റുക? ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന ആശയമാണ് മൈൻഡ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള കാതൽ. മാനസികാവസ്ഥ ഒരു വ്യക്തിക്ക് പഠിക്കാനും പൊരുത്തപ്പെടാനുമുള്ള കഴിവ് വിശ്വാസം വളർത്തുന്നു. ഇത് ഇന്നോവേഷൻ, റീസൈലൻസ്, ഓവറോൾ സക്സസ് എന്നിവയിലേക്ക് നമ്മളെ നയിക്കുന്നു. അപ്പം
ലിമിറ്റേഷൻ ഓഫ് ടൈം മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മിത്ത് ഓഫ് ഡൂയിങ് മോർ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് പലപ്പോഴും പരിമിതമായ ഫ്രെയിമിലേക്കാണ് കൂടുതൽ ടാസ്കുകൾ അടിച്ചേൽപ്പിക്കുക എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ്. മോർ ഇസ് ബെറ്റർ എന്ന സമീപന ജോലിയുടെ ഗുണനിലവാരം കുറയ്ക്കുന്നതിന് ഇടയാകും. സ്ട്രെസ് ഓഫ് കോൺസ്റ്റൻ്റ്ലി ചേസിങ് ടൈം മാനേജ്മെൻറ്റിൽ മാത്രം ആശ്രയിക്കുന്ന ശാശ്വതമായ സമ്മർദ്ദം സൃഷ്ടിക്കും. വ്യക്തികൾക്ക് ഡെഡ് ലൈൻ സമ്മർദ്ദവും നിരന്തരം അനുഭവപ്പെടുന്നു. ഒപ്പം ഒരിക്കലും അവസാനിക്കാത്ത ടു ഡു ലിസ്റ്റ് കൊണ്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയും. വിജയത്തിനായിട്ട് മൈൻഡ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന രീതികൾ ശ്രദ്ധയും ഏകാഗ്രതയും പ്രയോജനപ്പെടുത്തുന്നു. കയ്യിലുള്ള ചുമതലയിൽ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ എത്തിക്കാൻ മൈൻഡ് മാനേജ്മെൻറ്റ് നിങ്ങളെ പ്രാപ്തമാക്കുന്നു. ഇത് ആഴത്തിലുള്ള ഇടപഴകലിലും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകുന്നു. വ്യക്തതയിലൂടെ ഫലപ്രദമായ തീരുമാനമെടുക്കൽ. നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്ന മനസ്സ് വ്യക്തവും യുക്തിസഹവുമായ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നു. ഇത് വ്യക്തിപരമായും തൊഴിൽപരവുമായ മേഖലകളിലെ മികച്ച തിരഞ്ഞെടുപ്പുകളിലേക്ക് ഫലങ്ങളിലേക്ക് നയിക്കുന്നു. അപ്പം നീട്ടിവെക്കലെ ഡിസ്ട്രാക്ഷൻസ് ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? കാലതാമസത്തിൻ്റെയും ശ്രദ്ധ വ്യതിചലിക്കുന്നതിൻ്റെയും ട്രിഗറുകൾ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരുടെ വ്യക്തികൾക്ക് ഈ പരിമിതമായ പാറ്റേണുകളിൽ നിന്ന് മോചനം നേടാനും അവരുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നേടാനും കഴിയും. എസെൻഷ്യൽസ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. പകൽ സമയത്ത് നിങ്ങളുടെ മനസ്സ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ പുസ്തകം ബ്രെയിൻ വേവ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ബ്രെയിൻ ഏരിയാസ് എന്നിവയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അവയെല്ലാം ദിവസം മുഴുവൻ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ട്രാക്ക് ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുന്നതോടെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങളുടെ വിലയേറിയ മാനസിക ഊർജ്ജം നന്നായി ഉപയോഗിക്കുക. ഇതിനായിട്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. യുവർ ബ്രെയിൻ ഈസ് പ്ലാസ്റ്റിക് എന്ന്. ഓരോ തവണയും നിങ്ങളുടെ ന്യൂറോണുകൾ ഫയർ ആകുമ്പോൾ ആ പാതകൾ വീണ്ടും ഫയർ ആകുന്നത് എളുപ്പമാകുന്നു. ഇതിനർത്ഥം നിങ്ങളൊരു ചിന്തയോ പ്രവൃത്തിയോ ഉണ്ടാകുമ്പോഴെല്ലാം അത് ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് എളുപ്പമാകുന്നു എന്നതാണ്. ഈ കാരണത്താൽ നിങ്ങൾ പിന്നീട് നല്ല ഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ സ്നേഹിക്കുക. നിങ്ങളുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രധാന മേഖലയാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ചിന്തകളുടെയും പ്രവർത്തനത്തിൻ്റെയും കേന്ദ്രമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. തീരുമാനമെടുക്കൽ, നിയന്ത്രണം, പ്ലാനിംഗ്, പ്രോബ്ലം സോൾവിങ്, ഫ്യൂച്ചർ വിഷൻ എന്നിവ പോലുള്ള കാര്യങ്ങളുടെ ചുമതല പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനാണ്. എന്നാൽ നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ചെറുതായതിനാൽ വളരെയധികം ഊർജ്ജം ആവശ്യമാണ്. അതിനായിട്ട് അത് മടുപ്പിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ പ്രയാസമാണ്. അതിനാൽ നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് നന്നായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് വേണ്ടി വിശ്രമിക്കുക, റെസ്റ്റ് കൊടുക്കുക. ഫൈറ്റ് യുവർ അമിഗ്ഡാല. തലച്ചോറിൻ്റെ ഒരു പഴയ ഭാഗങ്ങളിലൊന്നാണ് അമിഗ്ഡാല. ഇതിന് പല്ലിയുടെ തലച്ചോറ് എന്ന് പറയും. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തികളാൽ ഫൈറ്റ്, ഓട്ടം, ഫീഡിങ്, ഫിയർ, മരവിപ്പ്, റീപ്രൊഡക്ഷൻ എന്നിവയെ നിയന്ത്രിക്കുന്ന അമിഗ്ഡാലയാണ്. ഈ ഭാഗം പല്ലിക്ക് സമാനമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പല്ലി തലച്ചോറ് എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങളുടെ അമിഗ്ഡാല ഭയത്താൽ വളരെയധികം ഉത്തേജിക്കപ്പെടുകയും അവിടുത്തെ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രോഗ്രാം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ അമിഗ്ഡാല നിങ്ങളുടെ തലച്ചോറിൻ്റെ ബാക്കി ഭാഗങ്ങൾക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ശരീരവുമായി സംവാദിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പാമ്പിനെ കണ്ടാൽ ഇതൊരു പാമ്പാണ് എന്ന് നിങ്ങളുടെ കണ്ണുകൾ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ അമിഗ്ഡാല നിങ്ങളുടെ സഹാനുഭൂതിയുള്ള നാഡീവ്യവസ്ഥയോട് പറയുന്നു. തൽഫലമായിട്ട് പാമ്പുകളെ പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പാമ്പുകളെ ഭയപ്പെടാൻ നിങ്ങളുടെ ഹൃദയം ഭാഗികമായിട്ട് വേഗത്തിലാവുന്നു. നിങ്ങളുടെ അമിഗ്ഡാല എപ്പോഴും നിങ്ങൾ സുരക്ഷിത പാത സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ സർഗാത്മകതയെ തളർത്തിക്കളയും. അതിൽ അമിഗ്ഡാല ശക്തിയെക്കുറിച്ച് ശ്രദ്ധിക്കുക. അപ്പം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും അമിഗ്ഡാലയും തമ്മിലുള്ള ഫൈറ്റാണ് ഇവിടുത്തെ കാരണം. അപ്പം നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വളരെ വേഗം വിരസമായിട്ട് മാറുന്നു. അപ്പം തലച്ചോറിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വിശ്രമം അത്യാവശ്യമാണ്. നല്ലതായിട്ട് ഉറങ്ങാം. അപ്പം നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി അതിന് പകരം വ്യായാമം ചെയ്യുക, ഉറങ്ങുക, പ്രിയപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കുക. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിനെ പുനഃസ്ഥാപിക്കാം. ഈ കാര്യങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതോടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ ഉൽപ്പാദനക്ഷമമാകാൻ തുടങ്ങുന്നു. മൈൻഡ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. ധ്യാനം, മെഡിറ്റേഷൻ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും കൂടുതൽ ഫോക്കസ്ഡ് ആകാനും ധ്യാനം സഹായിക്കുന്നു. ദിവസത്തിൽ കുറച്ച് മിനിറ്റ് ധ്യാനം അഭ്യസിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും. വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് നിങ്ങളെ പ്രചോദിതനാക്കുകയും നിങ്ങളുടെ മനസ്സിനെ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പ്രോഗ്രാം ചെയ്യുകയും ചെയ്യുന്നു. പോസിറ്റീവ് അഫർമേഷൻസ്. പോസിറ്റീവ് പ്രസ്താവനകൾ ആവർത്തിക്കുന്നത്
നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്ലീപ്പ്, നല്ല ഉറക്കം നിങ്ങളുടെ മനസ്സിനെ ശരീരത്തെയും പുനർജീവിപ്പിക്കുകയും നിങ്ങളുടെ ഫോക്കസ് ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വ്യായാമം നിങ്ങളുടെ ഊർജ്ജ നില വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ഇനി ചലഞ്ചസുകളൊക്കെ ഉണ്ട്. ഹാബിറ്റ് ചേഞ്ച്, മൈൻഡ് ചെയ്യുന്നതിനുള്ള പുതിയ രീതികൾ ശീലമാക്കിയെടുക്കാൻ സമയമെടുക്കും. നിങ്ങളുടെ സ്ഥിരത പുലർത്തുകയും പുതിയ ശീലങ്ങൾ തുടരുകയും വേണം. ഡിസ്ട്രാക്ഷൻസ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, മറ്റ് വ്യതിചലനങ്ങൾ എന്നിവയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് ബുദ്ധിമുട്ടാണ്. ഈ വ്യതിചലനങ്ങൾ നേരിടേണ്ട തന്ത്രങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. നെഗറ്റീവ് തോട്ട്സ്, നമ്മുടെ എല്ലാം ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകളുണ്ടാകും. ഈ ചിന്തകളെ തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് ചിന്തകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. മൈൻഡ് മാനേജ്മെൻറ്റ് ഒരു ജീവിതകാല യാത്രയാണ്. മൈൻഡ് മാനേജ് ചെയ്യുന്നതിനുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ രീതികൾ മെച്ചപ്പെടുത്താൻ എപ്പോഴും അവസരമുണ്ട്. മൈൻഡ് മാനേജ്മെൻറ്റ് പരിശീലന വ്യായാമങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ മസ്തിഷ്ക തരംഗങ്ങൾ, വേവ്സിന് തിരിച്ചറിയുക. ശാന്തമായ ജോലികൾക്കായിട്ട്, ഉദാഹരണം റീഡിങ്, റൈറ്റിങ്, ഇതിന് ആൽഫ വേവ്സാണ് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള ജോലികൾക്കായിട്ട് ബീറ്റ തരംഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്, ബീറ്റ വേവ്സ്. കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള ജോലികൾ, ഉദാഹരണത്തിന് വ്യായാമം, ഇതിന് തീറ്റ വേവ്സാണ്. ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയ്ക്കായിട്ട് ധ്യാനം അതുപോലുള്ള കാര്യങ്ങൾക്ക് ഡെൽറ്റ വേവ്സാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ജോലിക്കും അനുയോജ്യം മസ്തിഷ്ക തരങ്ങൾ സൃഷ്ടിക്കാൻ ശബ്ദങ്ങൾ, നിറങ്ങൾ, ശ്വസന വ്യായാമങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഫോക്കസ് കൂട്ടി നമ്മൾ എഴുതുന്നതിന് മുമ്പായിട്ട് ശാന്തമായ സംഗീതം കേൾക്കുന്ന ആൽഫ തരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പരിമിതപ്പെടുത്തലുകളെ, ലിമിറ്റേഷൻസിനെ കണ്ടെത്തുക. എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസിന് പ്രൊഡക്ടിവിറ്റി ഉള്ള സമയം? എത്രത്തോളം സമയം തുടർച്ചയായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും? ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങളുടെ ദിനചര്യ ക്രമീകരിക്കാനും കൂടുതൽ കാര്യങ്ങൾ നേടാനും സഹായിക്കുന്നു. പൊമോഡോറോ ടെക്നിക്സ് പരീക്ഷിക്കുന്നതല്ലാണ്. അതിൽ 25 മിനിറ്റ് കേന്ദ്രീകൃതമായിട്ട് ഒരു കാര്യം ചെയ്യുക. അത് കഴിഞ്ഞ് 5 മിനിറ്റ് നമ്മൾ ഇടവേള എടുക്കുക. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ 1-2 മിനിറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അത് അടുത്തതിലോട്ട് മാറും. അത് നമുക്കതിൻ്റെ ഒന്നിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്മളൊരു കാര്യത്തിൽ 25 മിനിറ്റ്സ് കേന്ദ്രീകരിച്ച് അതിലും ജോലി ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ 4 തവണ ആവർത്തിക്കുക. തുടർന്ന് കൂടുതൽ നീണ്ട ഇടവേള എടുക്കുക. ഈ രീതി നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാനസിക ക്ഷീണം ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യുക. ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമയോടുകൂടി അറേഞ്ച് ചെയ്യുക. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് പറയും നിങ്ങളുടെ ചിന്തകളുടെ പ്രവർത്തനങ്ങളുടെയും ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ശീലങ്ങളും വിശ്വാസങ്ങളും അടങ്ങുന്ന വലിയൊരു ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. മൈൻഡ് മാനേജ് ചെയ്യുന്നതിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ പരിശീലിപ്പിക്കുന്നത് പ്രധാനമാണ്. ചിന്തകളും സ്വയം സംസാരം, സെൽഫ് ടോക്ക് അബോധ മനസ്സിനെ പോസിറ്റീവ് രീതിയിൽ സ്വാധീനിക്കാൻ സഹായിക്കും. മൈൻഡ് മാനേജിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കൽ, കുറഞ്ഞ സമ്മർദ്ദവും വിഷാദവും, വർദ്ധിച്ച സർഗാത്മകത, ജീവിത സന്തുലിതാവസ്ഥ, വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ഈ പുസ്തകം ആർക്കായിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ടൈം മാനേജ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനെന്ന് കൂടുതൽ സമയം ലഭിക്കാനും ആഗ്രഹിക്കുന്നവർ, സമ്മർദ്ദം കുറയ്ക്കാനും സന്തുഷ്ട ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്നു, സർഗാത്മകത വർദ്ധിപ്പിക്കാനും പുതിയ ആശയങ്ങൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബുക്ക് വളരെ പ്രയോജനകരം ചെയ്യും. ഇതിലെ ചില പോയിന്റുകളാണ് ഇത്. പെർഫെക്ഷനിസം ഈസ് ദ തീഫ് ഓഫ് ജോയ് ആണ്. പൂർണ്ണതയുടെ വ്യാമോഹം വേണം. എല്ലാം പൂർണ്ണമായിരിക്കണം, പെർഫെക്ഷൻ ആയിരിക്കണം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക. പെർഫെക്ഷൻ കൈവരിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക, ടു ഡു ലിസ്റ്റ്, ദിവസവും നിറയെ ജോലികൾ കൊണ്ട് മൂടരുത്. നിങ്ങളുടെ ഊർജ്ജനിലയ്ക്ക് അനുസൃതമായിട്ട് ചുരുക്കമായിട്ടും കൈകാര്യം ചെയ്യുന്നതുമായ ഒരു ടു ഡു ലിസ്റ്റ് കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കുക. പ്രചോദനം നിലനിർത്തുക, സ്റ്റേ മോട്ടിവേറ്റഡ്. നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്ന മോട്ടിവേഷൻ രീതികൾ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ചിലർക്ക് ലക്ഷ്യങ്ങൾ, അപ്പം ചിലർക്ക് എന്താണ് ഗോൾസ് നേടുന്നതാണ് അവരുടെ മോട്ടിവേഷൻ. ചിലർക്കാണെങ്കിൽ ഇടവേളകൾ എടുക്കുന്നതാണ് അവരുടെ മോട്ടിവേഷൻ. അപ്പം ഇതിലേത് മോട്ടിവേഷനാണ് നിങ്ങൾക്ക് പറ്റുന്നത് വെച്ചാൽ അത് നിങ്ങൾ കണ്ടെത്തുക. ഇതിൻ്റെ എല്ലാം കൂടെ ഉപസംഹാരം ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ മൈൻഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നേടാനും കൂടുതൽ സന്തുഷ്ടരായിരിക്കാനും നിങ്ങൾ കഴിയും.
ഡേവിഡ് കാറ്റ്വുഡ് ഈ പുസ്തകം നിങ്ങളുടെ ഊർജ്ജനിലയോടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ നൽകുന്നു. അതു വരെ നിങ്ങളുടെ ദിനചര്യ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളതും സന്തോഷകരവുമായി മാറ്റുന്നു. ഈ ബുക്കിൻ്റെ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു.